എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് RT അല്ലെങ്കിൽ വിവരാവകാശം. അതെങ്ങനെ കൊടുക്കാം, അത് കൊടുത്തത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, അതിന് അപേക്ഷാ ഫീസ് ഉണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ തയ്യാറാക്കുന്നത്, ഏത് രീതിയിലാണത് നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് വഴി എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്കതിന് മറുപടി കിട്ടുക, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു PSCൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും RT അല്ലെങ്കിൽ വിവരാവകാശം എന്നുള്ള ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ RT കൊടുക്കുന്നത്. അല്ലാതെയും കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഫീൽഡിലാണ് മെയിനായിട്ട് RT കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാറുള്ളത്. RT കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്, അത് ചിലപ്പം റിപ്പോർട്ട് ചെയ്യാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ RT വെച്ചിട്ട് അതെന്തുകൊണ്ടാണ് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ വേക്കൻസിക്ക് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുന്നേ ആയിട്ട് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ തന്നെ കൂടുതൽ വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് RT അല്ലെങ്കിൽ വിവരാവകാശം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഇതാണ്. നമ്മൾ ഈ RT കൊടുക്കുന്നത് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു വേക്കൻസി ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള മറുപടി കിട്ടും. നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലുള്ള ഒരു മറുപടി ആയിരിക്കില്ല. ഇതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മറുപടി മാത്രമേ തരാൻ കഴിയുള്ളൂ. അതായത് കറക്റ്റായിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള മറുപടി മാത്രമേ RTയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപേക്ഷാ ഫീസ് ഉണ്ട്. 10 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇതെങ്ങനെയാണ് നമ്മൾ അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന അപേക്ഷയിൽ നമ്മൾ 5 രൂപേൻ്റെ 2 കോർട്ട് ഫീസ് സ്റ്റാമ്പ്, ഇതാണ് കോർട്ട് ഫീസ് സ്റ്റാമ്പ്. 5 രൂപേൻ്റെ 2 കോർട്ട് ഫീസ് സ്റ്റാമ്പ് അല്ലെങ്കിൽ 10 രൂപേൻ്റെ ഒറ്റ ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പാണ് അവിടെ ഒട്ടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് അപേക്ഷാ ഫീസ് വരുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് അപേക്ഷ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അപേക്ഷ തയ്യാറാക്കിയിട്ട് അവിടെ നമ്മൾ അഡ്രസ്സും അതുപോലെ തന്നെ പേരും സൈനും ഒക്കെ വെച്ച് കഴിഞ്ഞ ശേഷം അപേക്ഷേൻ്റെ ഉള്ളിൽ ആണ് ഈ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, അപേക്ഷേൻ്റെ ഉള്ളിൽ, അതായത് ആ പേപ്പറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ കോഡ് ഫീസ് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാം. ഇനി നമുക്കവിടെ ആ ഒരു രജിസ്റ്റേർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അക്നോളജ്മെൻറ്റ് കാർഡ് കൂടി വാങ്ങുകയാണെങ്കിൽ നമുക്കത് ആ അപേക്ഷ അവിടെ എത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അതായത് എവിടം വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വിവരാവകാശത്തിൻ്റെത് മറുപടി കിട്ടാൻ ഏകദേശം 1 മാസമൊക്കെ സമയം എടുക്കാറുണ്ട്. ഇനി അപേക്ഷ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു മോഡലാണ് ഇത്. നമുക്ക് ടൈപ്പ് ചെയ്തിട്ടും അല്ലാതെ എഴുതിയിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ടൈപ്പ് ചെയ്തിട്ടുള്ളൊരു വിവരാവകാശത്തിൻ്റെ അപേക്ഷയാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരമുള്ള അപേക്ഷ. പ്രേഷിതൻ, ഇവിടെ ഫ്രം അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. സ്വീകർത്താവ്, നമ്മൾ ഏത് ഓഫീസിലേക്കാണോ അയക്കുന്നത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ ഒരു ലെറ്റർ കൊടുക്കേണ്ടത്, ടു അഡ്രസ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹെഡ് ഓഫീസ്, പട്ടം PO, തിരുവനന്തപുരം, പിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ വിഷയം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും PSCയിലേക്ക് LD ടൈപ്പിസ്റ്റ് തസ്തിക വേക്കൻസി റിപ്പോർട്ടിംഗ് സംബന്ധിച്ച്. അതിനുശേഷം സാർ, മേഡം. ഇനി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് കേന്ദ്ര കാര്യാലയത്തിൽ നിന്നും. അപ്പോൾ ഇവിടെ കുറച്ച് 3 പേര് റിലീവായി പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർ ആ ഒരു വേക്കൻസി ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കാലതാമസം നേരിടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ആണ് ഫസ്റ്റ് ചോദ്യം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം 1-ൽ പരാമർശിച്ചിട്ടുള്ള വേക്കൻസികൾ എപ്പോൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ചോദ്യം 1-ൽ പരാമർശിച്ചിട്ടുള്ള വേക്കൻസികൾക്ക് PSC റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം നേരിടുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ റൂൾ കാരണമാണെങ്കിൽ അതെന്താണെന്ന് വ്യക്തമാക്കാമോ. നിലവിൽ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഓഫീസുകളിലും LD ടൈപ്പിസ്റ്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പേര്, ജോലി ചെയ്യുന്ന ഓഫീസ്, കരാർ
തുടങ്ങിയ തീയതി, കരാർ അവസാനിക്കുന്ന തീയതി എന്നീ വിവരങ്ങൾ വ്യക്തമാക്കാമോ? നിലവിൽ PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ കരാടിസ്ഥാനത്തിൽ LD ടൈപ്പിസ്റ്റ് പോസ്റ്റിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് കാരണം എന്താണ്? പിന്നെ നിലവിൽ കേരള സംസ്ഥാന ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വേണ്ടത് അതൊക്കെ ഉൾപ്പെടുത്തുക. ഞാൻ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ. ഇനി മേൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ചോദ്യം ഉത്തരം എന്ന നിലയിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. മറ്റു വിവരങ്ങൾ ഏതെങ്കിലും താങ്കളുടെ ഓഫീസിൽ ലഭ്യമല്ലെങ്കിൽ താങ്കളുടെ അധികാര പരിധിയിൽ വരുന്ന മറ്റു ഓഫീസുകളിൽ ലഭ്യമാണെങ്കിൽ RTA ആക്ട് സെക്ഷൻ 6(3) പ്രകാരം 5 ദിവസത്തിനുള്ളിൽ അപേക്ഷയുടെ പകർപ്പ് പ്രസ്തുത ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാനും ആ വിവരം രേഖാമൂലം അറിയിക്കാനും അപേക്ഷിക്കുന്നു. ഈ അപേക്ഷയെ സംബന്ധിച്ച് എല്ലാവിധ രേഖകളും, റെക്കോർഡുകളും, രജിസ്റ്റർ ബുക്കുകളും, ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ വേണ്ടി വന്നാൽ നേരിട്ട് പരിശോധിക്കുന്നതിനും ആവശ്യമായ പകർപ്പുകൾ എടുക്കുന്നതിനും RTA ആക്ട് സെക്ഷൻ 2(J) പ്രകാരം അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക, വിവരാവകാശ നിയമം 2005 പ്രകാരമുള്ള അപേക്ഷ. പിന്നെ പ്രേഷിതൻ, അതവിടെ ഫ്രം അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ സ്വീകർത്താവ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ വിഷയം കൊടുക്കുക, സർ അല്ലെങ്കിൽ മേഡം എന്ന് കൊടുത്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. അവസാനത്തെ പാരഗ്രാഫിൽ ഈ ഒരു രീതിയിൽ കൊടുക്കുക. പിന്നെ വിശ്വസ്തയോടെ എന്ന് പറഞ്ഞിട്ട് പേരും സൈനും വെക്കുക. പിന്നെ സ്ഥലം, തീയതി അതും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ അപേക്ഷയിൽ മുകളിലായിട്ട് നമുക്ക് ഈ കോഡ് ഫീസ് സ്റ്റാമ്പ് അറ്റാച്ച് ചെയ്യാം. എന്നിട്ടത് ഒരു കവറിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കത് ആൻസർ നമ്മൾ ഏത് അഡ്രസ്സാണോ ആരുടെ പേരിലാണോ കൊടുത്തത് ആ ഒരു അഡ്രസ്സിലേക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ പലർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മൾ എങ്ങനെയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് പോസ്റ്റ് വഴി അയക്കേണ്ടത്, ആർക്കാണ് ഏത് അഡ്രസ്സിലേക്കാണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ഏത് ഓഫീസിലാണോ കൊടുക്കുന്നത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ള മറുപടി നമുക്ക് എന്തായാലും 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതും പോസ്റ്റ് വഴി തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.